വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയാമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭാഗവതം അധ്യായം സ്കന്ധം 3 അധ്യായം 28. ഭക്തിയുത സേവനത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 31 മുതൽ 35 വരെ വായിക്കാം. തസ്യാവലോകമധികം കൃപയാതിഘോര താപത്രയോപശമനായ നിസൃഷ്ടമക്ഷ്ണോ സ്നിഗ്ധസ്മിതാനുഗുണിതം വിപുലപ്രസാദം ധ്യായേച്ചിരം വിപുലഭാവനയാ ഗുഹായാം. സംഹരേരവനതാഖിലലോകതീവ്ര ലോകാശ്രു ശോകാശ്രുസാഗരവിശോഷണമത്യുദാരം സമ്മോഹനായ രചിതം നിജമായയാസ്യ ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. ധ്യാനായനം പ്രഹസിതം ബഹുലാധരോഷ്ട ഭാസാരുണായിത തനു ദ്വിജകുന്തപംക്തി. ധ്യായേത്സുദേഹകുഹരേ വസിതസ്യ വിഷ്ണോ ഭക്ത്യാർദ്രയാർപ്പിതമന ന പൃഥഗ്ദിദൃക്ഷേത്. ഏവം ഹരോ ഭഗവതി പ്രതിലബ്ധഭാവോ ഭക്ത്യാദ്രവാ ഹൃദയ ഉത്പുളക പ്രമോദാത് ഔത്കണ്ഠ്യബാഷ്പകലയാ മുഹുരർദ്ധ്യമാന തച്ഛാഭിചിത്തപടിശം ശനഗൈർവിയുങ്ക്തേ. മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമൃച്ഛതി മനഃസഹസാ യഥാർച്ചി ആത്മാനമത്ര പുരുഷോ വ്യവധാനമേക അന്വീക്ഷതേ പ്രതിനിവൃത്തഗുണപ്രവാഹ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സുപ്രഭാതം മാതാജി വായിച്ചോളൂ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാം. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവി പ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3-2 അധ്യായം 28. ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 31. തസ്യാവലോകമധികം കൃപയാതിഘോര താപത്രയോപശമനായ നിസൃഷ്ടമക്ഷ്ണോ സ്നിഗ്ധസ്മിതാനുഗുണിതം വിപുലപ്രസാദം ധ്യായേചിരം വിപുലഭാവനയാ ഗുഹായാം. വിവർത്തനം.
ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ഏൽപ്പിക്കുന്ന 3 മടക്കുള്ള യാതനകളിൽ നിന്ന് ഭക്തന്മാർക്ക് സാന്ത്വനമേകുവാൻ ഭഗവാൻ തന്റെ കണ്ണുകളിൽ നിന്ന് കൂടെ വിക്ഷേപിക്കുന്ന അനുകമ്പാർദ്രമായ കടാക്ഷങ്ങളെ അനന്തരം യോഗി ധ്യാനിക്കണം. ശ്ലോകം 32. ഹാസം ഹരേര വനദാഖില ലോക തീവ്ര ശോകാശ്രുസാഗര വിശോഷണമത്യുദാരം സമ്മോഹനായ രചിതം നിജമായ യാസ്യ ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. വിവർത്തനം. യോഗി അതേപോലെ തന്നെ പ്രണമിക്കുന്ന സകലരുടെയും കഠിന ദുഃഖത്തിന്റെ കണ്ണീർക്കടൽ വറ്റിച്ചുണക്കുന്ന ഭഗവാൻ ശ്രീഹരിയുടെ ഏറ്റവും ഉദാരമായ മന്ദഹാസത്തെയും ധ്യാനിക്കണം. മുനിമാരുടെ നന്മയ്ക്കായി കാമദേവനെ സുന്ദരനാക്കാൻ ഭഗവാൻ തന്റെ അന്തഃശക്തിയാൽ ആവിഷ്കരിച്ച അദ്ദേഹത്തിന്റെ വളഞ്ഞ പുരികക്കൊടികളെയും യോഗി അതോടൊപ്പം ധ്യാനിക്കണം. ശ്ലോകം 33. ധ്യാനായനം പ്രകസിതം ബഹുലാധര ഓഷ്ട പാസുരണായുധാതനുദ്വിജകുന്ദപങ്ക്തി ധ്യായേ സ്വദേഹ കുഹരേ അവസിതസ്യ വിഷ്ണോർ ഭക്തിയാർദ്രയാർപ്പിതമനാന പൃഥക് ദിദൃക്ഷേത്. വിവർത്തനം. യോഗി ഭക്തിവാത്സല്യങ്ങളിൽ കുതിർന്ന ഹൃദയാന്തരങ്ങളിൽ ഭഗവാൻ വിഷ്ണുവിന്റെ ചിരിയിന്മേൽ ധ്യാന നിമഗ്നനാകണം. വിഷ്ണുവിന്റെ പുഞ്ചിരി അത്രമേൽ ഹൃദ്യമാകയാൽ അതിന്മേൽ അനായാസം ധ്യാനിക്കുവാൻ സാധിക്കും. പരമോന്നതനായ ഭഗവാൻ പുഞ്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുല്ലമൊട്ടുകൾക്ക് സദൃശ്യമായ ദന്തനിരകൾ അദ്ദേഹത്തിന്റെ അധരകാന്തിയാൽ അരുണാഭമാകുന്നത് കാണാൻ കഴിയും. ഒരിക്കൽ അതിന്മേൽ ഭക്തി ഉറപ്പിക്കുന്ന യോഗിക്ക് പിന്നീട് ഒരിക്കലും മറ്റൊന്നും കാണുവാൻ ആഗ്രഹമുണ്ടാവില്ല. ശ്ലോകം 34. ഏവം ഹരൗ ഭഗവതി പ്രതിലപ്തഭാവോ ഭക്തിയാദ്രവധ്യതയ ഉത്പുളകാ പ്രമോദാത് ഉത്കണ്ഠ്യ ബാഷ്പകലയാ മുഹുരർദ്യമാന തച്ഛ അഭിചിത്തപടിശം ശനൈകവിയുങ്തേ. വിവർത്തനം. ഈ പ്രവർത്തന രീതി പിന്തുടരുന്നതിലൂടെ യോഗി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഹരിയോടുള്ള ഭക്തി വികസിപ്പിക്കും. ഭക്തിയുത സേവനം പുരോഗമിക്കുമ്പോൾ ആഹ്ലാദമൂർച്ചയാൽ അവൻ രോമാഞ്ചഗാത്രനാവുകയും തീവ്രഭക്തിയാൽ അവന് നിരന്തരം അശ്രുധാര ഉണ്ടാവുകയും ചെയ്യും. ഭഗവാനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന അവന്റെ മനസ്സ് ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് ക്രമേണ വിടുതൽ നേടും, ചൂണ്ടയിലേക്ക് മത്സ്യം ആകർഷിക്കപ്പെടുന്നത് പോലെ. ശ്ലോകം 35. മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമൃച്ഛതി മനസ്സഹസായധറച്ചി ആത്മാനമത്ര പുരുഷോ വ്യവധാനമേക മന്യുഷതേ പ്രതിനിവർത്ത ഗുണപ്രവാഹ. വിവർത്തനം. അപ്രകാരം എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പരിപൂർണമായി സ്വതന്ത്രമാവുകയും ഭൗതിക വിഷയങ്ങളോട് വിരക്തമാവുകയും ചെയ്യുമ്പോൾ മനസ്സ് ദീപനാളം പോലെ പ്രശാന്തമാകും. ആ സമയത്ത് മനസ്സ് യഥാർത്ഥത്തിൽ പരമോന്നതനായ ഭഗവാനോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ഭഗവാൻ ഒപ്പമായതായി അനുഭവപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഭൗതിക ഗുണങ്ങളുമായുള്ള പരസ്പര പ്രവർത്തനത്തിന്റെ പ്രവാഹത്തിൽ നിന്ന് അത് സ്വതന്ത്രമായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സുപ്രഭ മാതാജി. ഹരേ കൃഷ്ണ. കപില ഭഗവാൻ ഇവിടെ ഭക്തിമിശ്രമായിട്ടുള്ള ധ്യാനയോഗം, ഭഗവാനിൽ വിശ്വാസം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ധ്യാനയോഗം അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇത് യഥാർത്ഥത്തിൽ ഈ ധ്യാനയോഗം ഭക്തിയിൽ വിശ്വാസം ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിനുശേഷമാണ് ഭക്തിയോഗം. ധ്യാനയോഗത്തിന് ശേഷമാണ് ഭക്തിയോഗം ആരംഭിക്കുന്നത്. ഇത് ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഭക്തിമിശ്രമായിട്ടുള്ള ധ്യാനയോഗം, ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നതിനുള്ള പദ്ധതി. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ക്രമമായിട്ട് ഭഗവാന്റെ പാദപങ്കജങ്ങൾ മുതൽ ഉയർന്നുയർന്ന് അവസാനം ഭഗവാന്റെ മുഖാരവിന്ദം വരെ ധ്യാനിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ധ്യാനയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഭാവാർത്ഥത്തിൽ നമ്മൾ വായിച്ച ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാന് സേവനം ചെയ്യുന്ന വ്യക്തികൾ വീണ്ടും ധ്യാനയോഗം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ 34-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ, കാരണം ധ്യാനയോഗം എന്നത് ഭഗവാനിൽ വിശ്വാസം ഉറയ്ക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഭഗവാനിൽ വിശ്വാസം ഉറച്ചതിന് ശേഷമാണ് ഭഗവാന്റെ സേവനം ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ സേവനം ചെയ്യുന്നവർക്ക് ആ സേവനം കൊണ്ട് തന്നെ എല്ലാവിധ ശുദ്ധീകരണവും ഉണ്ടാകും. അവരുടെ ഹൃദയവും മനസ്സും
അവരുടെ ഇന്ദ്രിയങ്ങളും ഒക്കെ ശുദ്ധീകരിക്കപ്പെട്ടുകൊള്ളും. അപ്പോൾ എനിക്ക് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏത് രൂപമാണ് ധ്യാനിക്കേണ്ടത് എന്നൊന്നും നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കൃത്രിമമായിട്ട് നമ്മൾക്ക് കലിയുഗത്തിൽ ഭഗവാന്റെ രൂപം ധ്യാനിക്കാൻ സാധിക്കുകയില്ല. അതിനെ കുറിച്ച് സങ്കല്പിച്ച് അതിനുവേണ്ടി നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാർഗം ശ്രവണ കീർത്തനങ്ങളാണ്. കലിയുഗത്തിൽ പ്രത്യേകിച്ചും ശ്രവണവും കീർത്തനം. അതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത, ഭാഗവതം ശ്രവിക്കുന്നതാണ്. കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നതും ഭഗവത്ഗീത, ഭാഗവതം വായിക്കുന്നതും ഭഗവത്ഗീത, ഭാഗവതം പ്രചരിപ്പിക്കുന്നതും ഇതെല്ലാം കീർത്തനത്തിന്റെ ഭാഗമാണ്. അതെല്ലാം ഭഗവാന്റെ വലിയ ഭഗവത് സേവനങ്ങളാണ്. ആ സേവനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ധ്യാനയോഗത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള ഫലം ലഭിക്കും എന്നിവിടെ 34-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഈ ധ്യാനയോഗത്തിൽ സേവനമില്ല, അല്ലെ? ധ്യാനയോഗത്തിനെ ഇവിടെ പറയുന്നുണ്ട്, അത് നിർബീജ യോഗമാണെന്ന് പറയും. നിർബീജ യോഗം അത് സേവനമില്ലാത്ത, ജീവനില്ലാത്ത ഒരു യോഗ പദ്ധതിയാണ്. ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ധ്യാനിക്കണം, ഭഗവാനെ ധ്യാനിക്കണം. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് സജീവ യോഗ, സബീജ യോഗം. നിർബീജ യോഗവും സബീജ യോഗം. സബീജ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് നമ്മൾ സേവനം ചെയ്യുന്നു, ഭഗവാന്റെ കീർത്തനങ്ങൾ പറയുന്നു, ഭഗവാനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കുന്നു, ഭഗവാന്റെ നാമം ജപിക്കുന്നു. ഇതെല്ലാം ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി മറ്റുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം സബീജ യോഗമാണ്. ആ സബീജ യോഗം ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നിർബീജ യോഗമായിട്ട് യോഗ പദ്ധതി നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് എളുപ്പമല്ല. അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു 31-ാമത്തെ ശ്ലോകത്തിൽ, അത് ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ പാദം മുതൽ ഭഗവാന്റെ മുഖാരവിന്ദം വരെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ഓരോ അംഗങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഓരോ അംഗത്തിന്റെയും വിശദീകരണം ഭഗവാൻ വളരെ വിശദമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നു. 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ കടാക്ഷത്തിനെ കുറിച്ചാണ്. ഭഗവാന്റെ കടാക്ഷ നോട്ടം. ഭഗവാൻ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് ഭക്തനെ നോക്കുന്നു. അങ്ങനെ ഭഗവാൻ കടക്കൺ നോട്ടം, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നോക്കുന്നതിനെയാണ് കടാക്ഷം എന്ന് പറയുന്നത്. ആ കടാക്ഷം ഭഗവാന്റെ ഭക്തന്മാർക്കുള്ള വലിയൊരു കൃപയാണ് എന്ന് പറയുന്നുണ്ട്. കൃപയാതി ഘോര താപത്രയോപശമനായ നിസൃഷ്ടമഷ്ണോ. ആ കടക്കൺ നോട്ടം കൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ എല്ലാവിധ താപത്രയങ്ങളും, ഭൗതിക ലോകത്തിൽ 3 തരം ദുഃഖങ്ങൾ നമ്മൾ എല്ലാവരും അനുഭവിക്കണം. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ ദുഃഖങ്ങളെയും മറക്കാൻ നമ്മൾക്ക് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് മാത്രം സാധിക്കും. ഭഗവാന്റെ ഒരു കടാക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും നിന്നും മുക്തി നമ്മൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള ആ കടാക്ഷത്തിനെ, ഭഗവാന്റെ കടക്കൻ നോട്ടത്തിനെ, കൃപാപൂർവമായിട്ടുള്ള ഭഗവാന്റെ കടാക്ഷത്തിനെ ഒരു യോഗി ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. ആ കടാക്ഷം ഭക്തന്മാരോടുള്ള കൃപ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നും പറയുന്നുണ്ട്. സ്നിഗ്ധസ്മിതാനുഗുണിതം വിപുല പ്രസാദം ധ്യായേച്ചിരം വിപുല ഭാവനയാ ഗുഹായാം. ഭഗവാൻ അനുകമ്പാർദ്രമായ കടാക്ഷങ്ങളെ അനന്തരം യോഗി ധ്യാനിക്കണം എന്ന് പറയും. അത് ഭക്തന്മാർക്കുള്ള പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹമാണ്, അല്ലെ? ഭഗവാന്റെ കടാക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ ഒരു വശത്ത് നിന്ന് ഭഗവാനെ നമസ്കരിക്കുന്നത്, അല്ലെ? ഭഗവാനെ നേരെ പോയിട്ട് നേരെ മുന്നിൽ നിന്നല്ല നമസ്കരിക്കുന്നത്. ഭഗവാന്റെ നേരിട്ടുള്ള നോട്ടമല്ല കടാക്ഷം, ഭഗവാന്റെ ചെരിഞ്ഞുള്ള നോട്ടമാണ് കടാക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ഒരു വശത്ത് നിന്നാണ് നമ്മൾ ഭഗവാനെ നമസ്കരിക്കുന്നത്. അപ്പോൾ ഭക്തന്മാർക്ക് ഭഗവാന്റെ കാരുണ്യപൂർവമായിട്ടുള്ള കടാക്ഷം ലഭിക്കും. ആ കടാക്ഷം ലഭിച്ചാൽ തന്നെ എല്ലാവിധ ഭൗതിക ദുഃഖങ്ങളെയും മറക്കാൻ ഒരു ഭക്തന് സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ കാരുണ്യപൂർണമായിട്ടുള്ള കടാക്ഷത്തിനെ ഒരു ഭക്തൻ, ഒരു യോഗി
ധ്യാനിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഭഗവാന്റെ ഹാസം, ഭഗവാന്റെ പുഞ്ചിരി. ചിരി പല രീതിയിലുണ്ട്. ഇവിടെ ഹാസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹാസം പൂർണ്ണമായിട്ടുള്ള ചിരിയല്ല, വായ തുറന്നുകൊണ്ടുള്ള ചിരിയല്ല, ചുണ്ടുകൾ അടച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ചിരി, അതിനെയാണ് ഹാസം എന്ന് പറയുന്നത്. ഹാസം അവനധാഖില ലോക തീവ്ര ശോകാശ്രുസാഗര വിശോഷണമത്യുദാരം. ഒരു ഭക്തന്റെ ശോകാശ്രു സാഗരം, കടൽ പോലെയുള്ള ദുഃഖത്തിനെ വറ്റിച്ചു കളയാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ ആ ഒരു ഹാസം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഹാസം, മന്ദഹാസം. അതുകൊണ്ട് ഭഗവാന്റെ മന്ദഹാസത്തിനെ ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. ശോകസാഗരം, ദുഃഖത്തിന്റെ കടലാണ് ഭൗതിക ലോകത്തിൽ, പ്രത്യേകിച്ചും കലിയുഗത്തിൽ. അല്ലെ, കലിയുഗത്തിൽ ദോഷത്തിന്റെ സാഗരമാണെന്ന് ഭാഗവതത്തിൽ തന്നെ പറയുന്നത്. കലൗ ദോഷനിധേ രാജൻ, വലിയ സാഗരമാണ് കലിയുഗം. ആ എല്ലാ ദുഃഖ സാഗരത്തിനെയും വറ്റിച്ചു കളയാൻ സാധിക്കുന്നതാണ് വിശോഷണം. അതിനെ മുഴുവനായിട്ട് വറ്റിച്ചു കളയാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ ഹാസം, ഭഗവാന്റെ പുഞ്ചിരി. ആ ഭഗവാന്റെ പുഞ്ചിരിയെ ഭക്തന്മാർ, ധ്യാനയോഗികൾ ധ്യാനിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ഭഗവാന്റെ ഭ്രൂമണ്ഡലത്തിനെ ധ്യാനിക്കണമെന്ന് പറയുന്നുണ്ട്. സമ്മോഹനായ രചിതം നിജമായ യാസ്യ ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. ഭഗവാന്റെ ഭ്രൂമണ്ഡലം, പുരികക്കൊടികളെയാണ് ഭ്രൂമണ്ഡലം എന്ന് പറയുന്നത്. ആ പുരികങ്ങളെ, വളഞ്ഞ പുരികങ്ങളെ ധ്യാനിക്കുന്നവർക്ക് കാമദേവന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മകരധ്വജസ്യ സമ്മോഹനായ രചിതം നിജമായ യാസ്യ ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. മുനിമാരൊക്കെ കാമദേവന്റെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അവർ ഭഗവാന്റെ പുരികങ്ങളെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ആ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ പുരികങ്ങളെ ധ്യാനിക്കുന്നതോടുകൂടി കാമദേവന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഒരു യോഗിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭക്തന്മാർ ഭഗവാന്റെ പുരികക്കൊടികളെ ധ്യാനിക്കണമെന്ന് പറയുന്നു. ഭ്രൂമണ്ഡലത്തിനെ ധ്യാനിക്കണമെന്ന് ഇവിടെ പറയുന്നു. 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ പ്രഹസിതം, ഭഗവാന്റെ തുറന്ന ചിരിയാണ്. അല്ലെ, നേരത്തെ പറഞ്ഞത് ഹാസത്തിനെ കുറിച്ചാണ്, ഇവിടെ പ്രഹസിതം എന്നാണ് പറയുന്നത്. ചിരി, ചുണ്ടുകൾ തുറന്നുകൊണ്ടുള്ള ആ ചിരി, ആ ചിരിയെയും ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. ധ്യാനായനം പ്രഹസിതം ബഹുലാധരോഷ്ട ഭാസാരുണായുധം തനുദ്വിജകുന്ത പങ്ക്തി. അങ്ങനെ ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാന്റെ ചെറിയ തനുദ്വിജ കുന്ദരം എന്നാണ് പറയുന്നത്. തനുദ്വിജ കുന്ത പങ്ക്തി എന്ന് പറയുന്നത്. തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ, ഭഗവാന്റെ പല്ലുകളൊക്കെ ചെറിയ ചെറിയ പല്ലുകളാണെന്ന് പറയാം. വലിയ പല്ലുകളല്ല, ചെറിയ പല്ലുകളുടെ ആ കുന്തപങ്ക്തി എന്നാണ് പറയുന്നത്. കുന്തപങ്ക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പൂ മുട്ട് വരിവരിയായിട്ട് വെച്ചതുപോലെ ഉണ്ടാവും ഭഗവാന്റെ ചെറിയ പല്ലുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ പുഞ്ചിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ചെറിയ പല്ലുകളുടെ നിരകൾ കാണാൻ സാധിക്കുമെന്ന് പറയുന്നു. ആ പല്ലുകളുടെ നിരകൾക്ക് ഭഗവാൻ പുഞ്ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഭാസാരുണായുധം, ഭഗവാന്റെ ചുണ്ടുകൾക്ക് ചുവന്ന നിറമാണ്, അരുണ നിറമാണ്. ആ അരുണ നിറത്തിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള പ്രകാശം ഭഗവാന്റെ പല്ലുകളിലേക്ക് വരുന്നുണ്ട്. ആ പല്ലുകളിൽ തട്ടുന്ന സമയത്ത് ആ പല്ലുകൾക്കും ചെറിയൊരു ചുവന്ന നിറം വരുന്നുണ്ട് ഭഗവാൻ പുഞ്ചിരിക്കുന്ന സമയത്ത്. അപ്പം ആ ചെറിയ ചുവന്ന നിറത്തോടുകൂടി തിളങ്ങുന്ന ഭഗവാന്റെ ആ കുന്തപങ്ക്തി, മുല്ലമൊട്ട് പോലെയുള്ള ചെറിയ പല്ലുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും ഭഗവാൻ പുഞ്ചിരിക്കുന്ന സമയത്ത്. ആ പുഞ്ചിരിയെ പ്രഹസിതം ധ്യാനായനം, ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. ഒരു ധ്യാനയോഗി ഭഗവാന്റെ പുഞ്ചിരിയെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ധ്യായേത് സ്വദേഹ കുഹരേ വസിതസ്യ വിഷ്ണോർ, ധ്യായേത് സ്വദേഹ കുഹരേ അവസിതസ്യ വിഷ്ണോർ ഭക്ത്യാർദ്രയാർപ്പിതമന ന പൃഥക് ദിദർച്ചേ. അങ്ങനെ
നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ഭഗവാനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ധ്യാനിക്കാൻ നമ്മൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദം മുതൽ മുഖാരവിന്ദം വരെ ഭഗവാന്റെ പുരികക്കൊടികളെ, ഭഗവാന്റെ പുഞ്ചിരിയെ, ഭഗവാന്റെ തുറന്ന ആ ചിരിയെ, ഇതെല്ലാം ധ്യാനിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാഴ്ചയിലും നമ്മൾക്ക് ആകർഷണം ഉണ്ടാവില്ല എന്ന് പറയും. പിന്നീട് മറ്റൊന്നും കാണാൻ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ഭഗവാന്റെ രൂപം തന്നെ കാണാൻ നമ്മൾക്ക് വലിയ ആഗ്രഹം ഉണ്ടാകും. അത്രയ്ക്കും ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ രൂപം എന്ന് പറയും. ഭൗതികമായിട്ടുള്ള ഒരു കാഴ്ച പോലെയല്ല ആത്മീയമായിട്ടുള്ള ഭഗവാന്റെ രൂപം കാണുന്നത്. ആത്മീയ രൂപങ്ങൾ വളരെയധികം തിളക്കമുള്ളതാണ്. ഭൗതികമായിട്ടുള്ള കാഴ്ചകളൊക്കെ മങ്ങിപ്പോയതാണെന്ന് പിന്നീട് നമ്മൾക്ക് മനസ്സിലാകും. ആധ്യാത്മികമായിട്ടുള്ള ഒരു ദർശനം ഉണ്ടായി കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാഴ്ചകളൊക്കെ മങ്ങലുള്ളതാണ്, അത് വ്യക്തമായിട്ടുള്ള കാഴ്ചയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അല്ല, അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഗർഭാവസ്ഥയിൽ ഭഗവാന്റെ രൂപം കണ്ടതിന് ശേഷം, പിന്നീട് ജനിച്ചതിന് ശേഷവും പരീക്ഷിത്ത് മഹാരാജാവ് ആ ഭഗവാന്റെ രൂപം ദർശിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത് തന്നെ. പരീക്ഷിത്ത്, എല്ലാ സ്ഥലത്തും ഭഗവാൻ ഉണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കുകയായിരുന്നു അദ്ദേഹം. വിഷ്ണുരാധൻ എന്നാണ് പരീക്ഷത്തിന്റെ പേര്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു രൂപത്തിന്റെ ദർശനമുണ്ടായി. അതേപോലെ നാരദ മഹർഷിയുടെ കാര്യവും നമ്മൾ വായിച്ചിട്ടുണ്ട്. നാരദ മഹർഷിക്ക് ഒരു പ്രാവശ്യം ഭഗവാന്റെ രൂപത്തിന്റെ ദർശനമുണ്ടായി. ഒരു പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ, പിന്നീട് കാണാൻ സാധിച്ചില്ല. വീണ്ടും വീണ്ടും നാരദമുനി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ദിവ്യമായിട്ടുള്ള രൂപത്തിനെ കാണാൻ സാധിക്കുമോ എന്ന് പരിശ്രമിച്ചു. പക്ഷെ വീണ്ടും കാണാൻ സാധിച്ചില്ല. അപ്പൊ അത്രയ്ക്കും അപൂർവമാണ് ഭഗവാന്റെ ദർശനം. പക്ഷെ അത്രയ്ക്കും ആകർഷകമാണ് ഭഗവാന്റെ ദർശനം. ആ ഭഗവാന്റെ ദർശനം ഒരു പ്രാവശ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായിട്ടുള്ള രൂപങ്ങളിൽ, നമ്മൾ മനോഹരം എന്ന് പറയുന്ന ഭൗതികമായിട്ടുള്ള രൂപങ്ങളിലേക്ക് ആകർഷണം ഉണ്ടാകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ന പൃഥക് ദിദൃക്ഷേത്, മറ്റൊന്നും കാണാൻ പിന്നീട് ഒരു യോഗി ആഗ്രഹിക്കുകയില്ല എന്ന് പറയുന്നു. 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഏവം ഹരോ ഭഗവതി പ്രതിലബ്ധഭാവോ ഭക്ത്യാ ദ്രവഹൃദയ ഉത്പുളക പ്രമോദാത് ഔത്കണ്ഠ്യ ബാഷ്പകലയാ മുഹുരാർദ്യമാന തച്ചാപി ചിത്തപടിശം ശനകേർവിയുക്തേ. അങ്ങനെ ഭഗവാന്റെ യഥാർത്ഥ ദർശനം ഉണ്ടാകുന്ന സമയത്ത് ഒരു യോഗിയിൽ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളും കാണാൻ സാധിക്കും. ഭഗവാനെ ദർശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധമുണ്ടാകുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ, മൂർച്ഛ അനുഭവപ്പെടും എന്ന് പറയുന്നു. ചിലപ്പോൾ ശരീരത്തിൽ പുളകങ്ങൾ ഉണ്ടാകും, അതായത് രോമാഞ്ചമുണ്ടാകും, കണ്ണുകളിൽ നിന്ന് അശ്രുധാരയുണ്ടാകും എന്ന് പറയുന്നു. ഇത് ഭക്തിയിൽ ഉയർന്ന ഒരു ഭാവ അവസ്ഥയിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അത് നാമജപം കൊണ്ടും ഉണ്ടാകുമെന്ന് ചൈതന്യ ശിക്ഷാഷ്ടകത്തിൽ ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്. പുളകേർ നിജിതം വപുകഥ തവ നാമ ഗ്രഹണേ ഭവിഷ്യതി എന്ന് പറയുന്നു അല്ലെ. നയനം ഗളദശ്രുധാരയ വദനം ഗദ്ഗദരുദ്ധയാകിര പുളകേർ നിജിതം വപുകഥ തവ നാമ ഗ്രഹണേ ഭവിഷ്യതി. ഭഗവാനുമായിട്ടുള്ള ആ കണക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, രോമാഞ്ചം ഉണ്ടാകും, കണ്ണിൽ നിന്ന് അശ്രുധാര, നമ്മൾക്ക് നിർത്താൻ സാധിക്കാത്ത രീതിയിൽ കണ്ണുനീരുണ്ടാകും. അതേപോലെ ഗദ്ഗദരുദ്ധയാഗിര എന്ന് പറയുന്നത്, കണ്ടമിടറി പോകുന്നു, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഇതൊക്കെ ഭക്തിയുടെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളാണ്, അഷ്ടസാത്വിക വികാരം എന്ന് പറയുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. നമ്മൾ കൃത്രിമമായിട്ട് എനിക്ക് ഭഗവാന്റെ ദർശനമുണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്രിമമായിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ആളുകൾ ഭക്തിയിൽ ഉയർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നാമസങ്കീർത്തനം ചെയ്യുന്ന സമയത്ത് കൃത്രിമമായിട്ട് ഈ ഭാവങ്ങൾ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഭക്തന്മാർക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കും, കൃത്രിമമാണോ അല്ലെങ്കിൽ യഥാർത്ഥമാണോ എന്ന് ഉയർന്ന ഭക്തന്മാർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുമെന്നത്. ഭക്തന്മാർ അത് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കാറില്ല. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഷ്ടസാത്വിക വികാരങ്ങളും ഒരു ഭക്തനിൽ ഭഗവാനെ യഥാർത്ഥത്തിൽ കാണുന്ന സമയത്ത് ഉണ്ടാകും എന്നിവിടെ
പറയുന്നുണ്ട്. അതിനുശേഷം 35-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ ഭഗവാനോട് ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് വിടുതൽ ഉണ്ടാകും എന്ന് പറയും. ഇതായിരുന്നു ദേവഹൂതിയുടെ ചോദ്യം. അല്ലെ, ദേവഹൂതിയുടെ ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ധ്യാനയോഗത്തിനെ കുറിച്ച് പറഞ്ഞത്? ദേവഹൂതിയുടെ ചോദ്യം എങ്ങനെയാണ് ഈ കർക്കശമായ ഭൗതിക പ്രകൃതിയിൽ നിന്നും ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുന്നത്? ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണം വളരെ ശക്തമാണ്. ജീവാത്മാവ് ഇവിടെ നിസ്സഹായനാണ്. അങ്ങനെ നിസ്സഹായനായിട്ടുള്ള ജീവാത്മാവിന് എങ്ങനെയാണ് യഥാർത്ഥമായിട്ട് ഭൗതിക പ്രകൃതിയുടെ ആകർഷണങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നത് എന്നായിരുന്നു ദേവഹൂതിയുടെ ചോദ്യം. അതിനുത്തരമായിട്ടാണ് ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞത്. ഭഗവാന്റെ രൂപത്തിനോട് നമ്മൾക്ക് ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ, രൂപത്തിനെ ദർശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും. പിന്നീട് നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യാൻ ആരംഭിക്കും. ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ടാകും. എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാകും. ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയൊക്കെ അതോടുകൂടി നിൽക്കും. പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വാസമുണ്ടാകും. ഭഗവാന്റെ സേവനം ആത്മാർത്ഥമായിട്ട് പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും. ഭഗവാന്റെ സേവനത്തിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. വിശ്വാസം കുറയുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തത്. ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ടാകും. അതോടുകൂടി എല്ലാ സംശയങ്ങളും ഇല്ലാതാകും. ഭഗവാന്റെ സേവനത്തിൽ ഉറച്ചു നിൽക്കാനും സാധിക്കും. അങ്ങനെ ഭൗതിക പ്രകൃതിയിൽ നിന്നും സ്വതന്ത്രമാകാൻ സാധിക്കും എന്നവർ. നമ്മുടെ മനസ്സ് ഭൗതിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്നും സ്വതന്ത്രമാകും. അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ടാകും. മനസ്സ് ദീപനാളം പോലെ പ്രശാന്തമാകുമെന്ന് പറയും. കാറ്റ് തട്ടാത്തവരെടുത്ത് വെച്ചിട്ടുള്ള ദീപനാളം പോലെ ആയിരിക്കും ഒരു യോഗിയുടെ മനസ്സ് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നു. യഥാ ദീപനിവാദസ്തോ, കാറ്റ് കിടക്കാത്ത ഒരു സ്ഥലത്ത് ദീപനാളം ഉണ്ടെങ്കിൽ അത് ഇളക്കമില്ലാത്തതായിരിക്കും. അങ്ങനെ യോഗിയുടെ മനസ്സും ഇളക്കമില്ലാത്തതായിട്ട് മാറും. ഭൗതിക പ്രകൃതിയുടെ പ്രലോഭനങ്ങളിൽ നിന്നും മുക്തി അതിന് നേടാൻ സാധിക്കും. ആ സമയത്ത് ഒരു യോഗിയുടെ മനസ്സ് ഭഗവാന്റെ മനസ്സുമായിട്ട് ഏകീഭവിക്കുമെന്ന് പറയും. ഏകീഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്റെ മനസ്സില്ലാതാകുന്നില്ല. എന്താണോ ഭഗവാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളായിരിക്കും പിന്നീട് ഭക്തൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശം അതേപടി സ്വീകരിക്കാൻ ഭക്തന് സാധിക്കും. അതാണ് ഏകീഭാവം എന്ന് പറയുന്നത്. രണ്ടും ഒന്നായി തീരുന്നില്ല. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കാൻ ഭക്തന് പിന്നീട് സാധിക്കും. അത് അർജുനന്റെ അവസ്ഥയിലും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ ആദ്യം അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാൻ നിർദ്ദേശിച്ചിട്ട് പോലും യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ ഉപദേശം ഭഗവത്ഗീത കേട്ടതിന് ശേഷം അർജുനൻ പറഞ്ഞു, അങ്ങ് പറയുന്നതെല്ലാം ഞാൻ അതേപടി അനുസരിക്കാം എന്ന്. കരിഷ്യേ വചനം തവ, എന്റെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതായി. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ തത് പ്രസാദാൻ മയാച്യുത കരിഷ്യേ വചനം തവ, എന്റെ എല്ലാവിധ സംശയങ്ങളും തീർന്നു, അങ്ങ് പറഞ്ഞത് അതേപടി ഞാൻ ചെയ്യാം എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അർജുനന്റെ മനസ്സ് ഭഗവാന്റെ മനസ്സുമായിട്ട് ഏകീഭവിച്ചു. ഭഗവാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ അർജുനൻ തയ്യാറായി. അതേപോലെ എല്ലാ ഭക്തന്മാർക്കും സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി കൂടുതൽ ഭാവാവസ്ഥയിൽ ഭഗവാനുമായിട്ട് സന്ധിക്കുന്ന സമയത്ത് ഭക്തനുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. പ്രവീൺ പ്രഭു നാമം ചോദിച്ചോളൂ.